എല്ലാവർക്കും നമസ്കാരം. ഒരു നല്ല ഭരണം കേരളത്തിൽ വരികയാണെങ്കിൽ സംസ്ഥാനത്തിന് പ്രധാനമായിട്ടും വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന മേഖലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ടൂറിസം. അത് മെഡിക്കൽ ടൂറിസം ആണേലും വിനോദവുമായി ബന്ധപ്പെട്ടതാണേലും അത് രണ്ടും ഒരു വലിയ വരുമാന മേഖലയാണ്. പിന്നെ ഈ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, മത്സ്യ ഐറ്റംസൊക്കെ ഉൽപ്പാദനം, കയറ്റുമതി ഒക്കെ ഒരു വലിയ വരുമാന മേഖലയാണ്. IT ഒരു പ്രധാന വരുമാന മേഖലയാണ്. പിന്നെ കൃഷി കേരളത്തിനെ സംബന്ധിച്ചും കേരളത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ചും ലാഭകരമാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നടപടികൾ ഉണ്ടാക്കിയാൽ അത് ലാഭകരമാണ്. ജനങ്ങളുടെ കയ്യിലേക്ക് ഡയറക്റ്റ് പണം വരുന്ന ഒരു മേഖലയാണ് ടൂറിസം. 10 വർഷം മുമ്പ് വരെ GDPയുടെ 20% ടൂറിസം മേഖലയിൽ നിന്നാണ് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 10% താഴെയായിട്ട് കുറഞ്ഞു. അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിച്ച വർഷം ഒരു 50,000 കോടി രൂപ മുകളിലേക്ക് വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണ് ടൂറിസം. എന്നാൽ ഇന്ന് നമ്മൾ പത്രവാർത്തകൾ നോക്കുമ്പോൾ മൂന്നാറിലാണേലും വാഗമണ്ണിലാണേലും കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട മലയോര ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെല്ലാം വരുന്ന ടൂറിസ്റ്റുകളുമായിട്ട് നിരന്തരം അവരെ ആക്രമിക്കുക, അവരുടെ വണ്ടി തല്ലിപ്പൊട്ടിക്കുക, അവരെ പരിഹസിക്കുക, എല്ലാം നിരന്തര സംഘർഷത്തിൻ്റെ വാർത്തകൾ മാത്രമാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് മൂന്നാറും അതോടൊപ്പം വാഗമണ്ണും. ഈ ദിവസങ്ങളിൽ നമ്മൾ ഒന്ന് മനസ്സിലാക്കുക, ഈ സംഘർഷം വാഗമണ്ണിലാണെങ്കിലും മൂന്നാറിലാണെങ്കിലും നടക്കുമ്പം എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്, എല്ലാവർക്കും ഇത് ഷൂട്ട് ചെയ്യാനറിയാം. സംഭവം അവിടെ നടന്ന് അവിടുത്തെ പോലീസ് സ്റ്റേഷൻ അറിയുന്നതിനിപ്പുറം ഈ സംഭവം ലോകം മുഴുവൻ അറിയും. ഒരു ഡൽഹിയിൽ നിന്ന് ഒരു വനിത വന്നു, അവരവിടുന്ന് ഒരു കാറേ വന്നു, ആ കാർ ഇവിടെ വന്നപ്പോൾ മൂന്നാറിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആ കാറേ പോകാൻ ഇവിടുത്തെ ഡ്രൈവർമാർ സമ്മതിക്കില്ല. അതെന്നാ ഇടപാടാണ്? നമ്മളിപ്പോൾ ഇവിടുന്ന് എവിടെയായാലും കർണാടകത്തിലൊരു സ്ഥലത്തോട്ട് ഇവിടുന്ന് കാറും കൊണ്ട് പോയിട്ട് അവിടെ ചെന്ന് അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ അവിടുത്തെ കാർ ഡ്രൈവർമാർ സമ്മതിക്കുകയല്ലെങ്കിൽ അതിനെ അക്രമമൊന്നും ഗുണ്ടായുസമൊന്നും അല്ലേ പറയേണ്ടത്? ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത് ശരിക്കും നമ്മൾ കമ്പത്തിറങ്ങിയിട്ട് KK റോഡിൽ കൂടെ കുമളി കഴിഞ്ഞ് കമ്പത്തോട്ട് ഇറങ്ങിയിട്ട് തമിഴ്നാട്ടിലോട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, സ്ട്രെയിറ്റ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മധുരയ്ക്ക് പോകുന്ന വഴിക്കും ഈ പൊള്ളാച്ചിക്ക് പോകുന്ന വഴിക്കുമൊക്കെ ധാരാളം ചെക്ക് പോസ്റ്റുകൾ, ടോൾ ഗേറ്റുകൾ ഉണ്ടായിരുന്നു. ആ ടോൾ ഗേറ്റുകൾ മുഴുവൻ അവന്മാർ തല്ലിപ്പറിച്ച് കളഞ്ഞു. എന്ന് പറഞ്ഞാൽ എല്ലാം തീയിട്ടു, ചിലത് തല്ലിപ്പറിച്ചു, എല്ലാം എടുത്തു കളഞ്ഞു. കേരളത്തിലെ പോലെ ടോൾ ഗേറ്റ് വെച്ചാൽ ജീവിതകാലം 4 തലമുറയുടെ പൈസ പിരിക്കാനൊന്നും തമിഴ്നാട്ടിൽ പറ്റിയല്ല. ഒരു സമയം കഴിയുമ്പോൾ അവന്മാരത് തല്ലിപ്പറിച്ച് ദൂരെ കളയും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1310 അലാവുദ്ദീൻ ഖിൽജിയുടെ പടയെ വരെ തടഞ്ഞു നിർത്തിയ പോരാട്ട വീര്യമുള്ളവരാ ഈ തമിഴർ. അവരുടെ വീര്യം കണ്ടിട്ട് പിന്നീട് സായിപ്പ് മദ്രാസ് റെജിമെൻ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു വിങ് തന്നെ ഉണ്ടാക്കി. ഈ തമിഴ് ജനതയിൽ ഒരു ഭാഗം കേരളത്തിൻ്റെ കിഴക്കൻ ഏരിയകളിലൊക്കെ കുടിയേറിയിട്ടുണ്ട്. വിദ്യാഭ്യാസം വളരെ കുറവാണ്. ഒന്നാമത് അഗ്രസീവായ ആളുകൾ. അവരുടെ തലയിലോട്ട് ഈ കമ്മ്യൂണിസം അങ്ങോട്ട് കുത്തിവെക്കും. കമ്മ്യൂണിസം കുത്തിവെച്ചിട്ട് അവരോട് പറഞ്ഞു കൊടുക്കും, ഈ വരുന്നവനെല്ലാം പണക്കാരനാണ്, ടൂറിസ്റ്റ് വരുന്നവർ, ഇവനെല്ലാം ബൂർഷോ ആണ്, പിന്നെ ഈ വരുന്നതൊന്നും ഭാര്യയും ഭർത്താക്കന്മാരുമായിട്ടല്ല, ഇതെല്ലാം വ്യഭിചാരത്തിന് വരുന്നതാണ്, ഇവനെ ഒന്നും പ്രത്യേകിച്ച് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലെന്നുള്ള രീതിയിലുള്ള സ്റ്റഡി ക്ലാസ് ഇവൻ്റെ തലയിലോട്ട് കൊടുക്കും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേന് ഇവർ സാമൂഹ്യ വിരുദ്ധരായി മാറും. വന്നിറങ്ങി കഴിയുമ്പോൾ ഇവർ പറയുന്ന വണ്ടിയിലേ കയറാവൂ, ഇവർ പറയുന്നിടത്തൂടെ പോകാവൂ, ഇവരാടി ഒലച്ച് കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകണം. ഇങ്ങനെയുള്ള വിവരങ്ങൾ പറയുമ്പോൾ പറ്റുകയില്ലെന്നൊക്കെ പറയുന്നവരോ, ഒന്നാമത് മനുഷ്യന് ഇപ്പോൾ ദൂരെ നിന്നൊക്കെ വരുന്നവർ ഇച്ചിരി നല്ല വണ്ടിയൊക്കെ ചിലപ്പോൾ അവരുടെ വണ്ടിക്ക് 4 വീലൊക്കെ ഉള്ളതാണെങ്കിൽ അതുകൊണ്ട് വരുമ്പോഴും ഇവരവിടെ എല്ലാം വയലൻ്റാണ്. ഇനി കടകളുടെ മുമ്പിൽ കൊണ്ട് പാർക്ക് ചെയ്താൽ വയലൻ്റാവും, മാറ്റിയിടാൻ പറഞ്ഞാൽ പ്രശ്നമാവും. മനുഷ്യൻ എന്തിനാണ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ചെല്ലുന്നത്? അവർ ചെയ്യുന്ന ബിസിനസ്സുകളും അവർ ചെയ്യുന്ന വ്യാപാരങ്ങളും അവരുടെ ജോലി തിരക്കും ഒക്കെ കഴിഞ്ഞ് ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ടുകൾ വരുമ്പം, മാനസിക സംഘർഷങ്ങൾ വരുമ്പം വളരെ ശാന്തമായി ഒന്ന് നടക്കാനും ഒന്ന് കാറ്റ് കൊള്ളാനും ഒന്ന് മനസ്സ് ശാന്തമാകാനും ഒക്കെ പോകുമ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാതെ അവിടെ വാക്കത്തിയും കോടാലിയായിട്ട് തായും പൂവും വിളിച്ച് തെറിയും പറഞ്ഞു നിന്ന് ആൾക്കാർ ചെല്ലുമോ? ഒന്നും ചെല്ലുകയില്ല. പിന്നെ ഈ തമിഴർക്ക്, ഈ തമിഴ് വംശജർ വന്നവർക്ക് അവരുടെ ആരാധന പുരുഷനായിട്ട് MM മണിയെ പോലെയുള്ളവരും എന്ത് വൃത്തികേട് കാണിച്ചാലും ഇറക്കി വിടാൻ പാർട്ടിക്കാരും. അങ്ങനെ വരുമ്പോൾ പിന്നെ എങ്ങനെ ഇവർ ടൂറിസ്റ്റുകളെ ഉപദ്രവിക്കാതിരിക്കും? അടിസ്ഥാന പ്രശ്നം ഇത് തന്നെയാണ്. അത് മൂന്നാറാണേലും ശരി, അത് വാഗമണ്ണാണേലും ശരി, കേരളത്തിൽ പ്രശ്നം ഉണ്ടാകുന്നിടത്തൊക്കെ
ഇതൊരു പ്രധാന വിഷയം തന്നെയാണ്. ഇനി അതല്ല, തനി മലയാളികൾ തന്നെ ഉള്ളിടത്താണേലും എന്ത് വൃത്തികേട് കാണിച്ചാലും രാഷ്ട്രീയക്കാരൻ സംരക്ഷണം കൊടുക്കുന്നെന്ന് അറിയുമ്പം അവൻ ടൂറിസ്റ്റ് അല്ല. ഇനി അമേരിക്കൻ പ്രസിഡന്റ് വന്നാലും അയാളെ തെറി വിളിക്കും. അങ്ങനെ വന്നു കഴിയുമ്പം പിന്നെ ജനം ഇങ്ങോട്ട് വരികയില്ല. മൂന്നാറ്റിലൊരു പ്രശ്നം ഉണ്ടായി, അതേ സെക്കൻഡിൽ അത് അമേരിക്കയിൽ അറിയും, അതേ സെക്കൻഡിൽ അത് ഇംഗ്ലണ്ടിൽ അറിയും, ലോകം മുഴുവൻ അറിയും. അറിഞ്ഞ് കഴിയുമ്പോൾ അവർ പറയും, അയ്യോ മൂന്നാറ്റിലോട്ട് പോകണ്ട കേട്ടോ, അവിടെയുള്ള ആൾക്കാരെല്ലാം ഭയങ്കര ടെമ്പറാണ്, അമ്മാരെല്ലാം ഭയങ്കര വയലൻ്റാണ്, അമ്മാരെ ആക്രമിക്കും, നമ്മൾ മൂന്നാർ ഒഴിച്ച് പിടിച്ചാൽ മതി എന്ന് പറയും. നിങ്ങൾക്കറിയാമോ, ഏതാണ്ട് 1000-ലധികം ഹോം സ്റ്റേകളും റിസോർട്ടുകളും ഉണ്ടായിരുന്ന സ്ഥലമാണ് മൂന്നാർ. ഇപ്പോൾ 250 താഴെ ഉള്ളൂ. 100 കണക്കിന് എണ്ണം വിൽക്കാൻ കിടക്കുന്നു. ഓടിക്കൊണ്ടിരിക്കുന്ന പലതും വിൽക്കാനിട്ടിരിക്കുക. എന്നാണെന്നറിയോ, ടൂറിസ്റ്റുകൾ വരുന്നില്ല. വരുന്നവനെ കവലയിൽ ഇറങ്ങുമ്പോൾ തന്നെ ടൗണിലിട്ട് തന്നെ പേടിപ്പിക്കുകയും തല്ലുകയും ചെയ്ത് ആൾക്കാർ നിൽക്കുമോ? തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുക ആ മേഖല. വാഗമണ്ണിലാണേലും ഈ ദിവസങ്ങളിൽ ഒരു അംഗപരിമിതമുള്ള ഒരാളിനെ പോലും കയറി ആക്രമിച്ചു. ആഭ്യന്തരമന്ത്രിക്കൊക്കെ നേരിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. പണ്ട് കാലത്ത് ഇത് ടൂറിസം പോലീസ് ഉണ്ടായിരുന്നു അവിടെ. ഈ സഖാക്കന്മാരുടെ ഭരണം അങ്ങ് മൂത്തപ്പത്തേനും ടൂറിസം പോലീസിനെ എടുത്തു കളഞ്ഞു. ഇനി പോലീസ് വന്നാൽ എന്താ ചെയ്യുന്നത്? അത് പോലീസ് നിൽക്കേണ്ട പോലെ നിന്നെങ്കിലല്ലേ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ഇതിൻ്റെ പല റിസോർട്ട് നടത്തിപ്പുകാരോടും ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയല്ല. സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾ, സർക്കാർ ഓഫീസുകളെ എല്ലാം നിയന്ത്രിക്കുന്നത് പാർട്ടി ഓഫീസുകളാണ്. പാർട്ടി ഓഫീസിൽ നിന്ന് പറയുന്നതിനകത്തൊരു ചെറിയ വ്യത്യാസം വന്നാൽ പിന്നെ അവിടെ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ പറ്റിയല്ല. പാർട്ടിയുടെ നേതൃത്വത്തിന് ഒരു ചെറിയ അതിർത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ അതോടുകൂടി എന്നതെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. നിയമത്തിൻ്റെ നൂലാമാല കീറി നോക്കിയിട്ട് പൂട്ടിക്കാനാണെങ്കിൽ എന്തു പ്രസ്ഥാനവും പൂട്ടിക്കാം. ഉദ്യോഗസ്ഥന്മാർ നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വകുപ്പുകളുണ്ട്. പണ്ട് കിറ്റക്സിൻ്റെ ഉടമസ്ഥൻ പറയുന്നത് കേട്ടു, അവിടെ ചെന്ന് റെയ്ഡ് ചെയ്തപ്പം പറഞ്ഞ ഒരു പോയിൻ്റ്, ജോലിക്കാർക്ക് കുടിക്കാൻ കൂജയിൽ തണുത്ത വെള്ളം വെച്ചിട്ടില്ല. അവിടെ കൂളറിനകത്തു നിന്ന് വെള്ളം വരുന്നുണ്ട്, ആധുനിക മിഷണറി സംവിധാനത്തിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്, പക്ഷേ എഴുതി വച്ചിരിക്കുന്നത് കൂജയ്ക്കകത്ത് തണുത്ത വെള്ളം വെച്ചിട്ടില്ല. ഇത് സായിപ്പിൻ്റെ കാലത്ത് സായിപ്പിൻ്റെ കൂടെയുള്ളവർക്ക് സംരക്ഷണം കിട്ടാനും സായിപ്പ് ഇവിടെ നിന്ന് കുറച്ച് അടിമകളെ വെച്ചവർക്ക് സംരക്ഷണം കിട്ടാനും ഉണ്ടാക്കി വെച്ച നിയമങ്ങളിൽ പലതും ഇപ്പോഴും കിടക്കുന്നത്. ഇതൊക്കെ മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഇവന്മാരെ തിരഞ്ഞെടുത്ത് ഈ 140 എണ്ണത്തിന് അങ്ങോട്ട് വിടുന്നത്. ഇവരവിടെ ചെന്ന് നിയമനിർമ്മാണ സഭ എന്നല്ലേ പറയുന്നത്. ഒരു കാര്യം പറ്റുകയില്ലെങ്കിൽ ആ നിയമം അമെൻഡ് ചെയ്യണം, അത് ഭേദഗതി ചെയ്യണം. ഈ പ്രാവശ്യം 102 MLA-മാരുടെ പിൻബലം ഉള്ളപ്പം കൃത്യമായിട്ട് കാര്യങ്ങൾ ഈ ധവളപത്രം മുഖ്യമന്ത്രി പുറത്തു വിട്ടതുപോലെ പുതിയ പുതിയ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ മുഴുവൻ വശങ്ങളും ജനങ്ങളെ ധരിപ്പിക്കണം. എന്നിട്ട് പറയണം ഇന്ന കാര്യം ഞങ്ങൾ അമെൻഡ് ചെയ്യാൻ പോവുക. 2-3 പേരൂടെ ചിലപ്പോൾ അപ്പുറത്ത് നോട്ട് ചെയ്യണം. അവർക്ക് ഈ സമൂഹത്തോടോ ഈ നാടിനോടോ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഈ വിവരം ജനം അറിഞ്ഞു കഴിയുമ്പോൾ ബലകോലം പറഞ്ഞ് ഇതൊന്നും ജനം അറിയരുത്, നമുക്ക് രഹസ്യത്തിൽ അമുക്കാം. അതല്ല, ജനം അങ്ങോട്ട് അറിയട്ടെ. പിന്നെ ഇവന്മാർ ജനത്തിനെടുത്തോട്ടിരുമ്പോൾ ജനം കല്ലുപറക്കി എറിഞ്ഞോളും. അതുകൊണ്ട് ഈ ലൈസൻസുകളുടെ കാര്യത്തിൽ ഒന്നും ഗവൺമെൻറ്റിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റുകളുടെ മുകളിലും രാഷ്ട്രീയക്കാർ നിയമം വിട്ട് കയറി പ്രവർത്തിക്കാൻ പാടില്ല. അങ്ങനെ അല്ലെങ്കിൽ എന്നാ സംഭവിക്കുമെന്ന് വാഗമണ്ണുകാരോടും മൂന്നാറുകാരോടും ഒക്കെ പറയാം. വാഗമണ്ണിൻ്റെ അടുത്ത് തന്നെയാണല്ലോ ലോക്കൗട്ടായി കിടക്കുന്ന പല എസ്റ്റേറ്റുകളും ഉള്ളത്. അതിൻ്റെ ഗ്രാമങ്ങളിലൊക്കെ എങ്ങനെയുണ്ട്, ഒരിക്കലും റിപ്പയർ ചെയ്യാത്ത ലയങ്ങളിൽ, ഓടൊക്കെ തലേ വീഴുന്ന രീതിയിൽ, കഴുക്കോലെല്ലാം ഒടിഞ്ഞു പറഞ്ഞ ലയങ്ങളിൽ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നപ്പം അവരുടെ കാശ് മുടക്കി വളമൊക്കെ ഇട്ട് നല്ല ഭംഗിയായി നിന്ന തേയിലകൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ കൊളുന്ത് പറിക്കുന്നത് മാത്രമല്ല ഉള്ളൂ, അങ്ങോട്ട് മരുന്നും അടിക്കുന്നില്ല, വെള്ളം ഒഴിക്കുന്നില്ല, വളം ഇടുന്നില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നശിച്ച് നാറാണ കല്ലെടുത്ത് കിടക്കുന്ന 3-ാം ഡിവിഷൻ എന്നൊക്കെ പറയുന്ന എസ്റ്റേറ്റൊക്കെ അതിൻ്റെയൊക്കെ ഉൾപ്രദേശങ്ങളിലോട്ട് പോയാൽ കിടക്കുന്നത് പോലെ കുറേ കാലം കഴിയുമ്പം വാഗമണ്ണും മൂന്നാറും ഒക്കെ ആകും. അങ്ങനെ വരുമ്പം ജീപ്പുള്ളവൻ ആൾ വന്നെങ്കിലല്ല കൊണ്ടു നടക്കുള്ളൂ, ഓട്ടോറിക്ഷ ഉള്ളവർ ആൾ വന്നെങ്കിലല്ല കയറ്റുള്ളൂ. 1000 റിസോർട്ട് ഉണ്ടായിരുന്നു, 250 ബാക്കി 250 കൂടെ നിന്ന് കഴിയുമ്പം ഒരുത്തനും അങ്ങോട്ട് വരികയല്ലോ. അന്നേരം പിന്നെ നിങ്ങൾ എന്നാ കാണിക്കും? അതുകൊണ്ട് നിലവിൽ അവിടെയുള്ളവരോടും ഇതിൻ്റെ തലപ്പത്തുള്ളവരോടും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരോടും സംസ്ഥാന രാഷ്ട്രീയ നേതാക്കന്മാരോടും എല്ലാം പറയാനുള്ളത്, കയ്യിലുള്ളത് കൊണ്ട കളഞ്ഞിട്ട് ഏറ്റവും അപകടം പിടിച്ച സ്ഥലമാണ് പോകരുതെന്ന് ലോകം മുഴുവൻ ഒരു പേരുദോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ വാഗമണ്ണാണേലും മൂന്നാറാണേലും പിന്നെ ആൾ വരാതായി കഴിഞ്ഞിട്ട് ഇങ്ങനെ മുകളിലോട്ട് നോക്കി ഇരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. അങ്ങനെയാ മലയാളിക്ക് പറ്റിക്കൊണ്ടിരിക്കുന്ന മുഴുവനും. അതുകൊണ്ട് ഗവൺമെൻറ്റിനോട് പറയട്ടെ, അടിച്ചൊതുക്കേണ്ടവനെ അടിച്ചൊതുക്കണം, അകത്തിടേണ്ടവനെ അകത്തിടണം, ജീവിതകാലം അവനെ വെളിവിടരുത്.
കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അക്രമം കാണിച്ചവരുടെ ഫോട്ടോ സഹിതം ഓരോരുത്തർ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട്. കൃത്യമായി പിടിച്ച് അവനെയല്ല അകത്തിടണം. പുറകെ വരുന്ന രാഷ്ട്രീയക്കാരനെ നടു ചവിട്ടി ഓടിക്കണം, അവനെ പിടിച്ചകത്തിടണം. നാട് കുടിപ്പിക്കാൻ വേണ്ടി ഇറങ്ങുന്ന പന്നന്മാരെ ഒറ്റയൊരുത്തനെ വെളി വിടരുത് എന്ന് ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തിരിക്കുന്നവരോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.